ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മഴ തോരും മുമ്പേ റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. മാലതി ഗംഗാധരനോട് പറയുന്നു, വൈജ പ്രസവിച്ചത് ഒരു പെൺകുട്ടിയാണെന്ന് പോലും ബാലചന്ദ്രൻ അറിയാം. അവളുടെ വയസ്സും വർഷവും അറിയാം. ഗംഗൻ പറയുന്നു, ഇത്രയും കാലത്തിന് ശേഷം ഇങ്ങനെയൊരു തിരിച്ചടി. മാലതി ചോദിക്കണ, ഇതിനെന്താ ഗംഗേട്ട ഒരു പരിഹാരം? ഒരു കുടുംബം തകരാൻ പോകുക. ഇത് കേട്ട് ഗംഗൻ പറയുന്നു, എനിക്കറിയില്ല മാലതി. കഴിഞ്ഞ കഥകളൊക്കെ ബാലചന്ദ്രൻ മനസ്സിലാക്കിയെന്നറിഞ്ഞാൽ ആ നിമിഷം ജയന്തി ആ ബന്ധം മുറിച്ചു കളയും. നമ്മൾ അവളോട് ചെയ്തത് എന്താണെന്ന് അവള് തീർച്ചയായിട്ടും ചോദിച്ചോണ്ട് വരും. പ്രസവത്തിൽ മരിച്ചുപോയെന്ന് അവളെ വിശ്വസിപ്പിച്ചിട്ട് ആ കുഞ്ഞിനെ ഓർഫനേജിന് കൈമാറിയെന്ന് അവൾ അറിഞ്ഞാൽ അവള് നമ്മളോടെല്ലാം യുദ്ധത്തിന് വരും. പിന്നെ ബാലചന്ദ്രനല്ല, അവളായിരിക്കും നമ്മുടെ മുഖ്യ ശത്രു. അന്നത്തെ ഗൂഢാലോചനയിൽ ആർക്കെല്ലാം പങ്കുണ്ടായിരുന്നോ അവരോടെല്ലാം അവൾ കണക്ക് ചോദിക്കും. മാലതി പറയുന്നു, ഗംഗേട്ട, വൈജി ഒരിക്കലും ഇതറിയരുത്. വരും വരായികളെല്ലാം ബാലചന്ദ്രനെ പറഞ്ഞ ബോധ്യപ്പെടുത്തണം. അയാളെ തണുപ്പിച്ചിട്ടേ ഇവിടുന്ന് പറഞ്ഞു വിടാവൂ. നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാം. ഇന്ന് രാത്രി നമ്മുടെ കൂടെ താമസിക്കട്ടെ. ഗംഗേട്ട് നിർബന്ധിക്കണം. ഗംഗൻ പറയുന്നു, അയാള് വഴങ്ങുമെന്ന് തോന്നുന്നില്ല. നമുക്ക് ശ്രമിച്ചു നോക്കാം. അതിനുശേഷം കാണിക്കുന്നത് മനുവിന്റെ ഫോണിലേക്ക് വിളിച്ച വൈജയന്തി പറയുന്നു, അങ്കിൾ ഇതുവരെ വന്നില്ലല്ലോ മനു. മനു ചോദിക്കുന്നു, ഉച്ച കഴിയുന്നല്ലോ ആന്റി, ഇതുവരെ അങ്കിൾ വിളിച്ചില്ല. വൈജ പറയുന്നു, ഇപ്പോഴും ഫോൺ സ്വിച്ച് ഓഫാ. എന്താ ചെയ്യുക മനു? അപ്പോൾ മനു പറയുന്നു, ഇത്രയും നേരമായിട്ട് ഒരു വിവരം ഇല്ലെങ്കിൽ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യണം ആന്റി. വൈജ ചോദിക്കുന്നു, പോലീസിൽ കംപ്ലൈന്റ് ചെയ്താൽ എല്ലാവരും അറിയത്തില്ലേ? നാണക്കേടല്ലേ? എന്നോട് വഴക്കിട്ട് നാട് വിട്ടു പോയെന്നല്ലേ എല്ലാവരും വിചാരിക്കത്തുള്ളൂ. കൃഷ്ണ വൈജയന്തിയെ ശ്രദ്ധിക്കുകയാണ്. മനു പറയുന്നു, ആന്റിക്ക് മാനക്കേടാണ് വലുതെങ്കിൽ പോലീസിനെ അറിയിക്കേണ്ട. ഹസ്ബൻഡാണ് വലുതെങ്കിൽ പോലീസിനെ അറിയിക്കും. വൈജ പറയുന്നു, എന്നോടുള്ള വാശിക്ക് എവിടെയോ പോയി ഒളിച്ചിരിക്കുക. മനു പറയുന്നു, ഒന്ന് പോവാ ആന്റി. അങ്കിൾ എന്താ കൊച്ചുകുട്ടിയാണോ ആന്റിയുടെ അടുത്ത് ഒളിച്ചു കളിക്കാൻ? വൈജ പറയുന്നു, അതെ, നമുക്ക് ഇന്നും കൂടി നോക്കാം, എന്നിട്ട് നാളെ കംപ്ലൈന്റ് കൊടുക്കാം. മനു പറയുന്നു, ആന്റിയുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഞാൻ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ വിളിച്ചാൽ മതി. അങ്ങനെ മനു ഫോൺ കട്ട് ചെയ്യുമ്പോൾ കൃഷ്ണ ചോദിക്കുന്നു, അച്ഛനെ പറ്റി ഒരു വിവരവും കിട്ടിയില്ലേ മേ? ഇല്ലാന്ന് വൈജ പറയുമ്പോൾ കൃഷ്ണ ചോദിക്കണ, ആരെങ്കിലും തട്ടിക്കൊണ്ടു പോയതാണോ? വീട്ടിൽ കയറി തട്ടിക്കൊണ്ടു പോകുമോന്ന് വൈജ ചോദിക്കുമ്പോൾ കൃഷ്ണ പറയുകയാണ്, വേറെ എവിടെയെങ്കിലും വെച്ച്. ന്യൂസ് പേപ്പറിലും ടിവിയിലും ഒക്കെ അങ്ങനത്തെ റിയൽ സംഭവങ്ങൾ കാണാറുണ്ടല്ലോ. വൈജ പറയുന്നു, എടി, റാൻസം മണി ചോദിക്കാനായിരുന്നെങ്കിൽ ഇതിനകം പൈസ ചോദിച്ചുകൊണ്ട് വിളി ഫോണിൽ കൂടി വന്നേനെ. നമ്മൾ എന്തെങ്കിലും ചെയ്യണോ അമ്മേന്ന് കൃഷ്ണ പറയുമ്പോൾ വൈജ പറയുകയാണ്, ഒന്നാമത് എനിക്ക് തലയ്ക്ക് വെളിവ് കിട്ടുന്നില്ല. അപ്പോഴാ ഇനിയിപ്പം നിന്റെ ഉപദേശം കൂടി. റൂമിനകത്തെങ്ങാനും ചെന്നിരുന്ന് പഠിക്ക് പോ. ഇത് കേട്ട് ടെൻഷനോട് കൂടി കൃഷ്ണ അകത്തേക്ക് പോവുകയാണ്. അലീനെ വിളിച്ചിട്ട് വൈജയന്തി പറയുന്നു, ഊണെടുത്ത് വെക്ക്. അപ്പോൾ അലീന പറയുകയാണ്, ഞാൻ പോകാൻ നിൽക്കുകയായിരുന്നു. എങ്ങോട്ട് പോകാനെന്ന് വൈജ ചോദിക്കുമ്പോൾ അലീന പറയുകയാണ്, ഇവിടുത്തെ ജോലി മതിയാക്കിയിട്ട്. വൈജ പറയുന്നു, ബാലചന്ദ്രൻ വന്നിട്ട് പോയാ മതി. അലീന ചോദിക്കുകയാണ്, സാർ ഇന്ന് വരുമോ? അപ്പോൾ വൈജ പറയുകയാണ്, എനിക്കറിയത്തില്ല. നീയല്ലേ ഇന്നലെ സാറ് പോയപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നത്? ഇത് കിട്ടുമ്പോൾ അലീന അകത്തേക്ക് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് മദ്യപിച്ചുകൊണ്ടിരിക്കുന്ന ബാലചന്ദ്രന്റെ അരികിലേക്ക് വരികയാണ് ഗംഗാധരനും മാലതിയും. ഗംഗൻ പറയുന്നു, ബാലചന്ദ്രൻ ഒന്നും കഴിച്ചില്ലല്ലോ, നമുക്ക് വീട്ടിലേക്ക് പോകാം. അപ്പോൾ ബാലൻ പറയുകയാണ്, ഞാൻ കഴിച്ചു, ധാരാളം കഴിച്ചു, പക്ഷെ ബോധം കെടുന്നില്ല, അതാണ് ഒരു പ്രശ്നം. ഗംഗൻ പറയുന്നു, ഭക്ഷണം കഴിച്ചോ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് വേണ്ടി മാലതി ഒന്നാന്തരം ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ബാലൻ ചോദിക്കുന്നു, ഓ, അത് നിങ്ങളുടെ പട്ടിക്ക് വിളമ്പി കൊടുത്തേക്കണം. വിരുന്നാണെന്നും പറഞ്ഞ് നിങ്ങൾ വിളമ്പി തരുന്നത് ഉച്ചിഷ്ടമായിരിക്കും. അതാണല്ലോ പാരമ്പര്യം. ഒരിക്കലും അത് അറിയാതെ കഴിച്ചുപോയ ഭാഗ്യദോഷിയാണ് ഞാൻ. ഇപ്പോഴാണ് അതിന്റെ അരുചി മനസ്സിലായത്. ഇനി നിങ്ങൾ തരുന്ന ഭക്ഷണം നാവിൽ വെക്കാൻ എനിക്ക് അറയ്ക്കും. ഇപ്പോഴാണ് മനസ്സിലായത് നിങ്ങൾ അതിഥികൾക്ക് മുന്നിൽ എച്ചിൽ വിളമ്പി വെക്കുമെന്ന്. ഗംഗൻ പറയുന്നു, അത്രയ്ക്കൊന്നും പറയേണ്ട ബാലചന്ദ്ര, ഒരു തെറ്റു പറ്റിയെന്നുള്ളത് ശരിയാ, പക്ഷേ അത് ലോകത്തെ ആദ്യത്തെ സംഭവം ഒന്നുമല്ല. ബാലൻ പറയുന്നു, നിങ്ങൾക്കല്ലായിരിക്കും, അവിവാഹിതരായ അമ്മമാര് നിങ്ങളുടെ കുടുംബത്തിന്റെ പാരമ്പര്യമായിരിക്കും, പക്ഷേ എനിക്കത് ആദ്യത്തെ അനുഭവമാ. എന്റെ കുടുംബത്തിലൊരു വ്യഭിചാരിണിയെ കല്യാണം കഴിക്കേണ്ടി വന്ന ഒരേ ഒരാൾ ഞാൻ മാത്രമാ. ഇത് കേട്ട് മാലതി പറയുന്നു, ബാലചന്ദ്ര, വാക്കുകൾ കൊണ്ട് കുത്തി മുറിവേൽപ്പിക്കാൻ എളുപ്പമാ, പക്ഷെ ഉപയോഗിച്ച ഭാഷയും വാക്കും തിരിച്ചെടുക്കാൻ പറ്റില്ലെന്ന് ഓർമ്മ വേണം. ഇത് കേട്ട് ബാലൻ പറയുന്നു, എനിക്ക് തിരിച്ചെടുക്കണ്ട മേം സാബ്, ഞാൻ ഈ പറയുന്നതൊക്കെ തീർത്തങ്ങ് പറയുന്നതാ. നമ്മൾ തമ്മിലുള്ള ബന്ധം മാറ്റുപോകും എന്നല്ലേ ധോനി. പൊയ്ക്കോട്ടെ, നിങ്ങളുമായിട്ട് യാതൊരു ബന്ധവും ഇനി എനിക്ക് ആവശ്യമില്ല. ഒരു കത്തിയെടുത്ത് മുറിച്ചിടാൻ പറ്റുമെങ്കിൽ ഇപ്പോ ഇവിടെ നിങ്ങളുടെ മുന്നിൽ വെച്ച് അറുത്ത് മുറിച്ച് കളഞ്ഞേനെ. ഗംഗന്റെ നേരെ വിരൽ ചൂണ്ടി ബാലൻ പറയുന്നു, നിങ്ങളെ എനിക്ക് വെടിവെച്ച് കൊല്ലണമെന്ന് ആഗ്രഹമുണ്ട്, എന്തുകൊണ്ട് ഞാനത് ചെയ്യുന്നില്ലെന്ന് എന്നോട് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ. ഗംഗൻ പറയുന്നു, നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തു, നിങ്ങളുടെ ഇഷ്ടം പോലെ. പക്ഷേ ബാലചന്ദ്രൻ ഒന്നോർക്കണം, നിങ്ങൾ എന്ത് ചെയ്താലും തകരുന്നത് നിങ്ങളുടെ തന്നെ കുടുംബമായിരിക്കും. നശിച്ചു പോകുന്നത് നിങ്ങൾ ജനിപ്പിച്ച് വളർത്തിക്കൊണ്ടുവന്ന നിങ്ങളുടെ തന്നെ മക്കളായിരിക്കും. ബാലൻ പറയുന്നു, നിക്ക്, ഏതൊക്കെ മക്കൾ? അതിൽ എന്റേതെന്ന് പറയാൻ ആരൊക്കെയുണ്ട്? എനിക്ക് അറിയാൻ വയ്യാഞ്ഞിട്ട് ചോദിക്കുക. 3 പേരും എന്റേത് തന്നെയാണോ? അതോ കുറെ കഴിയുമ്പോൾ വേറെ ആരെങ്കിലും വരും അച്ഛനെന്നും പറഞ്ഞു? എന്തും സംഭവിക്കാം. കൈതയ്ക്കൽ മാളിക വീട്ടിൽ എന്തും സംഭവിക്കാം. അങ്ങനെ ബാലചന്ദ്രൻ കുറ്റപ്പെടുത്തിയും കുത്തി നോവിച്ചും സംസാരിക്കുമ്പോൾ ദേഷ്യത്തോടു കൂടി ഗംഗ പറയുന്നു, വാ പോകാം. മാലതി പറയുന്നു, നിക്ക് ബാലചന്ദ്ര, നിങ്ങളുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ ഞങ്ങൾക്ക് മനസ്സിലാകും. വൈജയന്തി ഇത്തിരി മുമ്പ് വിളിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഇവിടെ വന്നെന്നോ ഇവിടെ ഉണ്ടെന്നോ ഒന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല, പറയുകയില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ സത്യം അറിഞ്ഞൂന്ന് മനസ്സിലായാൽ പിന്നെ ഒരു നിമിഷം പോലും അവൾ നിങ്ങളുടെ കൂടെ നിങ്ങളുടെ ഭാര്യയായിട്ട് ഇരിക്കില്ല എന്ന് ഞങ്ങൾക്കറിയാം. നിങ്ങൾ എന്തൊക്കെ ചെയ്തിരുന്നാലും ഞങ്ങൾക്കൊന്നും നഷ്ടപ്പെടാനില്ല. അൾട്ടിമേറ്റ് ലോസ് നിങ്ങൾക്ക് മാത്രമായിരിക്കും. നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ കുട്ടികൾ, നിങ്ങളുടെ ബിസിനസ് എല്ലാം തകർന്നു പോകും. ബാലൻ പറയുന്നു, അത് തന്നെ ഞാനും
ആലോചിച്ചുകൊണ്ടിരുന്നത്. എങ്ങനെയെല്ലാം എല്ലാം കൂടി ഒന്നിച്ച് തകർക്കാൻ പറ്റുമെന്ന്. എനിക്ക് എന്തിനാണ് കുടുംബം? കഴിഞ്ഞ 22 വർഷങ്ങളായിട്ട് എന്നെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്ന ഭാര്യ എനിക്കുള്ളത്. എനിക്കൊരു കുടുംബം ഒന്നും ഉണ്ടായിരുന്നില്ല മാലതിയെടുത്തി. വെറും ഒരു പൊട്ട സങ്കല്പം മാത്രമായിരുന്നു അത്. ഇനിയാണ് എനിക്കൊരു കുടുംബം ഉണ്ടാകേണ്ടത്. 50 തികഞ്ഞിട്ടില്ല എനിക്ക്. വിവാഹത്തിന് മുമ്പ് പ്രസവിക്കാത്ത ഒരു പെണ്ണിനെ എനിക്ക് ഭാര്യയായിട്ട് കിട്ടത്തില്ല മാഡം. കിട്ടും. എനിക്ക് അതിനുള്ള സമ്പത്തും പ്രൗഢിയും ഉണ്ട്. ഒരു പെണ്ണിനെ കൂടെ പൊറപ്പിക്കാനുള്ള ആരോഗ്യവും ആണത്തവും ഉണ്ട്. കുട്ടികളും ഉണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ എന്റെ നഷ്ടങ്ങളെ ഓർത്ത് വിഷമിക്കണ്ട. നിങ്ങളുടെ സഹോദരിയുടെ നഷ്ടങ്ങളെ ഓർത്ത് കരയുക. അവളെ ഡൈവേഴ്സ് ചെയ്യണോ അതോ വെടിവെച്ച് കൊല്ലണോ? ഇനിയുള്ള ജീവിതം ആഘോഷമാക്കി തീർക്കണോ എന്നുള്ളതൊക്കെ എനിക്ക് ആലോചിക്കാനുള്ളൂ. ഗംഗൻ പറയുന്നു, ബാലചന്ദ്ര, നിങ്ങളോട് ഈ രഹസ്യങ്ങൾ ആരാണ് പറഞ്ഞതെന്ന് എനിക്കറിയില്ല. അതാരായാലും ഒരിക്കലും അയാൾ നിങ്ങളുടെ മിത്രമല്ല. അയാൾ നിങ്ങളുടെ ശത്രുവാണെന്ന് തീർച്ച. നിങ്ങളുടെ നാശം കാണാൻ ആഗ്രഹിക്കുന്ന ആൾ. ബാലൻ ചോദിക്കുന്നു, എന്റെ കാർ ഇവിടെ എത്തിച്ചു തരുമോ അതോ നിങ്ങളുടെ വീട്ടിൽ വന്ന് എടുക്കണോ? ഗംഗൻ ചോദിക്കുന്നു, ബാലചന്ദ്രൻ പോകാൻ വേണ്ടിയാണോ? ഇന്ന് പോകരുത്. ഇത്രയും മദ്യപിച്ച അവസ്ഥയിൽ ഒരു കാരണവശാലും ബാലചന്ദ്രൻ ഡ്രൈവ് ചെയ്യരുത്. ബാലൻ പറയുന്നു, കാർ ഇവിടെ എത്തിച്ചു തന്നാൽ വലിയ ഉപകാരം. ഇല്ലെങ്കിൽ ഞാൻ അവിടെ വന്ന് എടുത്തോളാം. ഗംഗൻ പറയുന്നു, ബാലചന്ദ്ര, നമ്മൾ പെരുപ്പിച്ചു കാണുന്നത് പോലെ അത്ര വലുതൊന്നും അല്ല നമ്മുടെ ആരുടെയും ജീവിതം. യുദ്ധത്തിൽ ഒരുപാട് പേരുടെ ജീവിതം പൊലിഞ്ഞു പോകുന്നത് കണ്ടിട്ടുള്ള ആളാണ് ഞാൻ. അവർക്ക് എല്ലാവർക്കും കുടുംബവും വീട്ടുകാരും ഒക്കെയുള്ള ആൾക്കാരായിരുന്നു. തടഞ്ഞുകൊണ്ട് ബാലൻ പറയുന്നു, നമ്മൾ തമ്മിലുള്ള സംഭാഷണം കഴിഞ്ഞു. വിവരങ്ങൾ തന്നതിന് ഒരുപാട് നന്ദി. ഗംഗൻ പറയുകയാണ്, എത്രയോ വർഷങ്ങൾ കഴിഞ്ഞു പോയി ബാലചന്ദ്ര. ആ സംഭവങ്ങളെല്ലാം നടന്നിട്ട് ആ കുഞ്ഞും ജീവിച്ചിരിപ്പില്ല. ജനിച്ച് 2 വർഷത്തിനുള്ളിൽ അതും മരിച്ചു. ഞാൻ സത്യമാണ് പറഞ്ഞത്. ബാലൻ ചോദിക്കുന്നു, സത്യത്തിന് എന്ത് തെളിവുണ്ട് നിങ്ങളുടെ കയ്യില്? ഗംഗൻ പറയുന്നു, രാവുണ്ണി അമ്മാവൻ പറഞ്ഞത്. ദേഷ്യത്തോടു കൂടി ബാലൻ പറയുകയാണ്, രാവുണ്ണി അമ്മാവൻ കള്ളൻ. ഞാൻ ചെക്കൗട്ട് ചെയ്യുക. അങ്ങനെ ബാലൻ റിസപ്ഷനെ വിളിച്ചു പറയുകയാണ് റൂം ചെക്കൗട്ട് ആണെന്ന്. ഗംഗൻ പറയുന്നു, ബില്ല് ഞാൻ പേ ചെയ്തോളാം. ഇവിടെ വന്നിട്ട് ബാലചന്ദ്രൻ ബില്ല് കൊടുക്കണ്ട. ഇത് കേട്ട് ബാലൻ പറയുന്നു, താങ്ക് യു. പക്ഷെ അതിന്റെ ആവശ്യമില്ല. ബാലചന്ദ്രൻ തെണ്ടിയല്ല. അങ്ങനെ ബാലൻ അവിടെ വന്ന് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് മനുവും കമലയും വൈജയന്തിയുടെ വീട്ടിലേക്ക് വരുന്നു. അമ്മ ചെല്ല, ഞാൻ വരുവാണെന്ന് പറഞ്ഞ് മനു ബാലന്റെ ഫോണിലേക്ക് വിളിച്ചു നോക്കുകയാണ്. തുടർന്ന് മദ്യക്കുപ്പിയുമായി കാറിലേക്ക് കയറുകയാണ് ബാലൻ. കാർ ഒരു ഒഴിഞ്ഞ സ്ഥലത്തേക്ക് പാർക്ക് ചെയ്തിട്ട് ബാലൻ വീണ്ടും മദ്യപിക്കുകയാണ്. ബാലൻ പറയുന്നു, പരമസുഖം. ഇതിൽ കൂടുതൽ എന്ത് സുഖം വേണം? പോകാം. എവിടം വരെ പോകുമെന്ന് നോക്കാം. പോകുന്നിടത്തോളം പോട്ടെ. പിന്നീട് കാണിക്കുന്നത് വൈജയന്തി പറയുന്നു, എന്നോട് പറയാതെ എങ്ങോട്ടും പോകാറില്ല. ഇതിപ്പോ എന്നോടുള്ള വാശി തീർത്തതാ. എന്തിനാ വാശിയെന്ന് കമല ചോദിക്കുമ്പോൾ വൈജയന്തി പറയുന്നു, ഞാൻ അലീനെ കുറ്റം പറയുന്നത് ബാലചന്ദ്രന് ഇഷ്ടമല്ല. ആ ഒരു കാര്യത്തിലല്ലാതെ ഞങ്ങൾ തമ്മിൽ ഒരു വാക്കു തർക്കം പോലും ഈ വീട്ടിൽ നടന്നിട്ടില്ല കമലയെടുത്തി. ഈ വീട്ടിലെ ഒരു കാര്യത്തിലും ബാലചന്ദ്രൻ ഇടപെടാറില്ലായിരുന്നു. എല്ലാം ഞാനാ തീരുമാനിക്കുകയും നടത്തുകയും ചെയ്തുകൊണ്ടിരുന്നത്. കമല ചോദിക്കുന്നു, ഇപ്പോ അതിനകത്തൊരു മാറ്റം വരാൻ എന്നതാ കാരണം? ഇത് കേട്ടുകൊണ്ട് മനു അവിടേക്ക് വരുന്നു. വൈജയ് പറയുന്നു, ആ നശിച്ചവൾ വന്നതിന് ശേഷം ബാലചന്ദ്രന് എന്നോ പറഞ്ഞാലും ദേഷ്യവാ. കമല പറയുന്നു, അപ്പൊ അലീനയാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണക്കാരി അല്ലേ വൈജയ്? വൈജയ് പറയുന്നു, സംശയം എന്താ? മനു പറയുകയാണ്, അങ്ങനെ കണ്ണു അടച്ച ഒരാളെ കുറ്റം പറയാൻ പറ്റത്തില്ല. അലീന ചെയ്ത തെറ്റെന്താണെന്ന് പറ. ഇത് കേട്ട് വൈജയ് പറയുന്നു, ഇവനും ബാലചന്ദ്രനും അലീനയുടെ സൈഡാ കമലയെടുത്തി. നമ്മുടെ സ്വന്തക്കാര് നമ്മുടെ കൂടെ നിൽക്കണ്ടേ? അതിന് പകരം എങ്ങാണ്ടൂന്ന് വന്നവളുടെ ന്യായം കേൾക്കാനാ ഉത്സാഹം. മനു പറയുന്നു, ആന്റി, നിങ്ങൾ ആ പെൺകുട്ടിയോട് കാണിക്കുന്നത് അന്യായമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാ ഞാൻ ആ പക്ഷം ചേർന്നത്. അലീനയുടെ ഭാഗത്ത് ഒരു കുഴപ്പമില്ല. അവനവന്റെ മനസ്സിലെ നെഗറ്റിവിറ്റിക്ക് മറ്റുള്ളവരെ എന്തിനാ കുറ്റം പറയുന്നത്? വൈജയ് ചോദിക്കുന്നു, ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടാണോ ബാലചന്ദ്രൻ ആരോടും മിണ്ടാതെ വീട് വിട്ടു പോയത്? മനു പറയുന്നു, സംശയം എന്താ? ആന്റി പറയുന്നതും ചെയ്യുന്നതും എല്ലാം ശരിയാണെന്ന് ആന്റിയുടെ വിചാരം. നിവൃത്തികേട് കൊണ്ട് സഹിക്കുക. കമല ചോദിക്കുന്നു, ബാലചന്ദ്രൻ വീട് വിട്ടു പോയതിന് നീ എന്തിനാടാ വൈജയ് കുറ്റം പറയുന്നത്? മനു പറയുന്നു, അത് തന്നെ ഞാനും ചോദിക്കുന്നത്. അങ്കിള് സഹിയായിട്ട് ഇറങ്ങിപ്പോയതിന് അലീന എങ്ങനെ കുറ്റക്കാരിയാകും? എനിക്കൊന്നും മനസ്സിലായില്ല. രണ്ടുപേരും കൂടി ഒന്ന് വിശദമായിട്ട് പറഞ്ഞതാ. അസൂയ പിടിച്ച 2 പെണ്ണുങ്ങൾ വെറുതെ അങ്ങ് പരദൂഷണം പറയുക. തെറ്റി ശരി ഒന്നും നോക്കാതെ. ബാക്കിയുള്ളവരും മനുഷ്യരാ, പൊട്ടന്മാരും പൊട്ടത്തികളും അല്ല. ആന്റി മക്കളെ വിളിച്ച് മാറ്റി നിർത്തി കോൺഫിഡൻഷ്യൽ ആയിട്ടൊന്ന് ചോദിച്ചു നോക്കണം സ്വന്തം നിലവാരം എത്ര താഴെയാണെന്ന്. വൈജയ് പറയുന്നു, നീ എന്റെ നിലവാരം അളക്കണ്ട, നിന്റെ അമ്മയുടെ നിലവാരം നോക്കിയാ മതി. മനു പറയുന്നു, രണ്ടും സെയിമാ, ഒരു വണ്ടിക്ക് കേട്ടാ. നല്ല ജോഡിയാ. ദേഷ്യത്തോടു കൂടി വൈജയ് പറയുന്നു, നീ പോടാ. മനു പറയുന്നു, ഞാൻ പോയേക്കാം, എനിക്കെന്ത് പാട്? ഒരു കാര്യം ആന്റി മനസ്സിൽ വെച്ചോ, അങ്കിൾ നീ വീട്ടിൽ വേറെ ആരോടും ദേഷ്യമോ അമർഷമോ അനിഷ്ടമോ ഇല്ല. ആന്റിയോട് മിണ്ടാതെ പോയെങ്കിൽ അതിനർത്ഥം ആന്റി അത്രയ്ക്ക് സ്വൈര്യം കെടുത്തിയെന്ന് തന്നെയാ. അങ്ങനെ മനുവോട് ഒന്ന് പോകുമ്പോൾ വിഷമത്തോടു കൂടി ഇരിക്കുകയാണ് വൈജയും കമലയും. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു. ഇനി അടുത്ത എപ്പിസോഡ് പ്രൊമോ റിവ്യൂ. ബാലചന്ദ്രൻ വീട്ടിലേക്ക് മടങ്ങി എത്തുകയാണ്. കോളിംഗ് ബെല്ലടിക്കുന്ന ശബ്ദം കേട്ട് വാതിൽ തുറന്ന അലീന സംശയത്തോടുകൂടി ബാലചന്ദ്രനെ നോക്കുകയാണ്. ബാലചന്ദ്രൻ ദേഷ്യത്തോടുകൂടി അലീനയെ നോക്കുന്നു. ബാലചന്ദ്രൻ റൂമിലേക്ക് പോയതിനു ശേഷം ഡൈനിങ് ടേബിളിന്റെ അരികിലേക്ക് വരുന്ന അലീന സംശയത്തോടുകൂടി ആലോചിച്ച് നിൽക്കുകയാണ്. റൂമിലേക്ക് വന്ന ബാലചന്ദ്രൻ തോക്കെടുത്ത് ബാലചന്ദ്രന്റെയും വൈജയന്തിയുടെയും ഫോട്ടോയുടെ മുന്നിലേക്ക് വന്ന് തോക്ക് ചൂണ്ടിക്കൊണ്ട് പറയുന്നു, ബാലചന്ദ്രന്റെ മുറി. തുടർന്ന് വൈജയന്തിയുടെ അരികിലേക്ക് വന്ന ബാലചന്ദ്രൻ തോക്ക് നെറ്റിയിലേക്ക് വെച്ചിട്ട് പറയുന്നു, ശിക്ഷ വിധിച്ചിരിക്കുന്നു നിനക്ക്. വൈജയ് ഞെട്ടി ബാലചന്ദ്രനെ നോക്കുകയാണ്. ഈ സമയം അവിടേക്ക് വന്ന അലീന ഇത് കണ്ട് ഞെട്ടി നിൽക്കുകയാണ്. ദേഷ്യത്തോടുകൂടി വൈജയുടെ നേരെ തോക്ക് ചൂണ്ടിക്കൊണ്ട് ബാലചന്ദ്രൻ പറയുകയാണ്, നിന്റെ അഹങ്കാരം, നിന്റെ പുച്ഛം, നിന്റെ നിന്ന, നിന്റെ ജാട. അങ്ങനെ ബാലചന്ദ്രൻ വൈജയന്തിയെ വെടിവെക്കാനായി തുടങ്ങുമ്പോൾ ഉറക്ക കരഞ്ഞുകൊണ്ട് അമ്മയെന്ന് വിളിക്കുകയാണ് അലീന. തുടർന്ന് അവിടേക്ക് വരികയാണ് ഒരു ആംബുലൻസ്. ആംബുലൻസ് പോകുമ്പോൾ
കേൾക്കുമ്പോൾ കരഞ്ഞുകൊണ്ട് പിന്നാലെ ഓടിപ്പോകുകയാണ് അലീന. തുടർന്ന് രാത്രി കാർ ഡ്രൈവ് ചെയ്യുന്ന ബാലചന്ദ്രൻ പറയുന്നു, നമ്മൾ ചത്തുകിടക്കുമ്പോൾ നമ്മുടെ നെഞ്ചത്ത് കയറി നിന്ന് നൃത്തം ചെയ്യാൻ മനസ്സുറപ്പുള്ളവരാ നമ്മുടെ കൂടെ ഉള്ളവര്. വരാനിരിക്കുന്ന എപ്പിസോഡ് വിശേഷങ്ങളുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.